ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദർശും നയനയും കൂടി അബിയെ കൂട്ടി ഒരു കടലിൻ്റെ തീരത്തേക്കാണ് ചെല്ലുന്നത്. അവിടെ ചെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ ആകെ മടിയാട്ടോ അബിക്ക്. മര്യാദയ്ക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് നയന. അത് കഴിഞ്ഞ് അവർ കടൽ തീരത്ത് ഇങ്ങനെ വന്നു നിന്നതിന് ശേഷം ആദർശ് പറയുന്നുണ്ട്, പഠിക്കുന്ന കാലം തൊട്ട് ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ഇവന് ബന്ധമുണ്ടായിരുന്നു. പലതും പ്രശ്നങ്ങളായപ്പം വീട്ടിൽ അറിയാതിരിക്കാൻ ഞാനും അനിയനും കൂടിയാണ് പലതും സോൾവ് ചെയ്തത്. അന്ന് ഞങ്ങൾ അറിയാതെ പോയ ഒരു പെൺകുട്ടിയാണ് അനഘ എന്ന് പറയുമ്പോൾ അഭി ചോദിക്കുകയാണ്, ഏത് അനഘ എന്ന്. അന്നേരം നയന ചോദിക്കും, നിനക്ക് അനഘ അറിയത്തില്ലേ? എങ്കിൽ പറഞ്ഞു തരാം. ആ അനഘയായ നമ്മളിപ്പോൾ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പോൾ അവളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയും. അപ്പോൾ നയന ചോദിക്കും, അവളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലേ നിനക്ക്? ഉറപ്പിച്ച് പറയാവോടാ എന്ന് ചോദിക്കുമ്പോൾ അഭി പറയുന്നുണ്ട്, ഇപ്പോൾ അവളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ആദർശേട്ടനാണ്. അത് അങ്ങനെ തന്നെയാണ് എന്ന് അവൾക്ക് വയ്യാതായി അവിടെ ചെന്ന സമയത്ത് ഞങ്ങൾ കണ്ടതല്ലേ എന്ന് ആദർശേട്ടൻ്റെ ഫോട്ടോ അവിടെ ഉണ്ടായിരുന്നല്ലോ. അതുപോലെ അവളുടെ ബന്ധുക്കളല്ലേ ഈ കാര്യം പറയുകയും ചെയ്തതാണ്. ഇനി എന്താ സംശയം എന്ന് ചോദിക്കും. അതായത് നയന ചോദിക്കും, അന്ന് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം പറഞ്ഞത് ശരിയാണ് എന്ന് നിനക്ക് നെഞ്ചി കൈവച്ച് പറയാനായിട്ട് പറ്റുമോ? ആദർശിൻ്റെ കുഞ്ഞാണ് ചന്തുമോളെന്ന് നിനക്ക് നെഞ്ചി കൈവച്ച് പറയാനായിട്ട് പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയും. നേരെ അഭി പറയുന്നുണ്ട്, അങ്ങനെ ഉറപ്പിച്ച് പറയാൻ തക്ക തെളിവുകളൊന്നും എൻ്റെ കയ്യിലില്ല. അത് ആദർശേട്ടൻ സമ്മതിച്ചതാണല്ലോ. ഇനിയിപ്പോൾ അതിൻ്റെ പേരിലുള്ള ഒരു തർക്കത്തിന് ആവശ്യമൊന്നുമില്ല. ആദർശേട്ടൻ്റെ ചോര തന്നെയാണ് ചന്തുമോൾ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അബിയുടെ കാരണം തീർത്ത് നയന ഒരെണ്ണം കൊടുക്കും. എന്നിട്ട് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് DNA ടെസ്റ്റ് റിസൾട്ടിൽ ചന്തുമോളുടെ അച്ഛൻ നീ ആയത്? നിൻ്റെ ആദർശേട്ടൻ്റെ മുടിനാരിയുടെ എടുത്ത് ഞങ്ങൾ DNA ടെസ്റ്റിന് അയച്ചിരുന്നു. അതിൽ നീയാണ് ചന്തുമോളുടെ അച്ഛൻ എന്നാണ് തെളിഞ്ഞത്. എന്നിട്ട് പിന്നെയും നീ നുണ പറയുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കാണ് അബിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നത്. ആകെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം സത്യം പറയടാ, ഇനിയും നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ നല്ല തല്ല് മേടിക്കുമെന്ന് പറയും. അന്നേരം എനിക്ക് ഇതിനകത്ത് ഇനി കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് പെട്ടെന്ന് അബി ഇങ്ങ് പോവുകയാണ്. അന്നേരം ആദർശ് പുറകെ ചെല്ലും. എന്നിട്ട് പിടിച്ചു നിർത്തും. എന്നിട്ട് ഒരെണ്ണം കൂടെ കൊടുക്കും കാരണം നോക്കിയിട്ട് കേട്ടോ. കാരണം എന്നിട്ട് പറയുന്നുണ്ട്, നീ ഒരുപാട് അങ്ങ് അഭിനയിക്കൊന്നും വേണ്ട. സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ നിൻ്റെ മുന്നിൽ നിന്നത്. അത് വേറെ ഒന്നിനു വേണ്ടിയല്ല, നമ്മുടെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയായിരുന്നു. എന്നിട്ടും അങ്ങനെ ഒരു ത്യാഗം ഞങ്ങൾ ചെയ്തിട്ടും നിനക്ക് കുറച്ചെങ്കിലും മനസാക്ഷി കുത്തുണ്ടായിരുന്നു എങ്കിൽ നീ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുമായിരുന്നു. പിന്നെയും നീ ഞങ്ങളെ നാണം കെടുത്തുമല്ലേ നോക്കിയത്. അതുകൊണ്ടല്ലേ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നീ ഈ വാർത്ത ചോർത്തി കൊടുത്തത്. ഞാനാണ് ചന്തുമോളുടെ അച്ഛൻ എന്നുള്ള കാര്യങ്ങൾ പൊടുപ്പും തൊങ്കലും ചേർത്ത് നീ പറഞ്ഞു കൊടുത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും, അയ്യോ ഏട്ടാ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. നേരെ നയന പറയുന്നുണ്ട്, നീ ഒരുപാട് നുണ പറയൊന്നും വേണ്ട. കാരണം നീ പറഞ്ഞേൽപ്പിച്ചവരൊക്കെ ഇപ്പം നന്ദുവിൻ്റെ കസ്റ്റഡിയിലുണ്ട് പോലീസ് സ്റ്റേഷനിൽ. അതുകൊണ്ട് ഒരുപാട് കിടന്ന് നീ ഉരുളാനൊന്നും നോക്കണ്ട. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ ഒരു നിമിഷം നിൻ്റെ ജീവിതം തകരുവാണ് എന്നൊക്കെ പറയുക കേട്ടോ. അന്നേരം അബിയാണെങ്കിൽ പറയുകയാണ്, ആദർശേട്ടാ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ശരിക്കും നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വരാൻ വേണ്ടി അനഘ എന്നെ ട്രാപ്പിലാക്കുകയായിരുന്നു എന്നിങ്ങനെ പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഒരു പെൺകുട്ടി നമ്മുടെ കുടുംബത്തിലേക്ക് വരിക എന്നത് ഒരു ഉദ്ദേശം വെച്ച് അമ്മയാകാൻ ശ്രമിക്കത്തൊന്നുമില്ല എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ഇനിയും നീ കള്ളം പറയാനാണ് ഉദ്ദേശമെങ്കിൽ നിൻ്റെ ജീവിതം ഇനി ഇതുപോലെ മുന്നോട്ട് പോവുകയില്ല. നമ്മുടെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയാണ് ആദർശേട്ടൻ ഒരു ത്യാഗം ചെയ്തത്. അത് ഇനി തുടരുകയും ചെയ്യും. എന്തൊക്കെ ചെയ്തത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല, എൻ്റെ ചേച്ചിയുടെ ജീവിതം തകരാതിരിക്കാനായിട്ട് വേണ്ടിയാണ്. എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിന് അച്ഛനുണ്ടാവണം, അതിനു വേണ്ടിയാണ്. അല്ലാതെ ഇതെല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേച്ചി ഒന്നെങ്കിൽ നിന്നെ കോടതി കയറ്റും, അല്ലെങ്കിൽ നിന്നെ കൊല്ലും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലും ഇതെല്ലാം ഞങ്ങൾ കണ്ടു നിൽക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇത്രയൊക്കെ ഇങ്ങനെ ത്യാഗം സഹിച്ചത്. എന്നിട്ടും നിനക്ക് അഹങ്കാരം തീരുന്നില്ല എങ്കിൽ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയും. അത് കഴിഞ്ഞ് ആദർശ് പറയുന്നുണ്ട്, ഇനിയും ഈ കാര്യം ആരോടും പറയാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഇനി നീ മര്യാദയ്ക്ക് നിന്നോണം, അല്ലെങ്കിൽ കാര്യങ്ങൾ ഇതുപോലെ ആയിരിക്കില്ല പോകുന്നത് എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, അത് മാത്രമല്ല, ഇനി ആരെങ്കിലും ആദർശേട്ടനെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ നീ നിന്ന് കുറ്റം പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ആദർശേട്ടൻ ചിലപ്പോൾ സഹിക്കുമായിരിക്കും. പക്ഷേ ഞാനത് സഹിക്കില്ല. കാരണം ഞാൻ എന്നെക്കാളേറെ ആദർശേട്ടനെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാ, മനസ്സിലാക്കോടാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അബി ഇങ്ങനെ പിടിച്ചൊരു തള്ളും കൂടെ കൊടുത്തിട്ട് രണ്ടുപേരോട് അവിടെ നിന്ന് പോരുന്നതിന് മുമ്പ് ആദർശ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇനി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് നീ തീരുമാനിക്കുന്നതെങ്കിൽ നിൻ്റെ അമ്മ മുത്തശ്ശൻ ദത്തെടുത്തതാണ് എന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് നിൻ്റെ അമ്മയോട് മുത്തശ്ശൻ അങ്ങ് പറയും, നീ നിൻ്റെ കൈയും പിടിച്ച് വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിക്കോളാൻ. അങ്ങനെ നിന്നെ അനന്തപുരിയിൽ നിന്ന് ഇറക്കി വിടുന്ന അവസ്ഥ ഉണ്ടാകും. അങ്ങനെ ഒരു അവസ്ഥ നീയായിട്ട് ക്രിയേറ്റ് ചെയ്തേക്കരുത് എന്നിങ്ങനെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ കേട്ടാലും അബിക്കാകെ ദേഷ്യം കേട്ടോ. അവൻ്റെ അഹങ്കാരം ഒട്ടും കുറഞ്ഞിട്ടില്ല. അവർ പോയി കഴിയുമ്പോഴേക്കും അവനിങ്ങനെ മനസ്സിലോർക്കുക, സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ രണ്ടും ഇത്രയും കാലം നടന്നത് എന്നിങ്ങനെ മനസ്സിലോർത്ത് ഇങ്ങനെ കട്ട കലിപ്പി നിൽക്കുകയാണ് കേട്ടോ.
ഏതായാലും അവിടുന്ന് പോരുന്ന ആദർശ നയനയും നേരെ കനകയുടെയും ഗോവിന്ദൻ്റെയും കൂടെ അടുത്തേക്കാണ് വരുന്നത്. അവർ വരുന്നത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഗോവിന്ദനും കനകയ്ക്കും ഇറങ്ങി വരും. എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആദർശനോട് നയനോടും അബിയെ പിടിച്ച കാര്യം ഇവിടെ പറയണ്ട കേട്ടോ എന്ന് നേരെ പറയും. ഓ, അത് പറയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, അവനെ അത് അറിയിക്കണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നിവരിങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മൂടി വെക്കുന്ന ആൾക്കാരാണല്ലോ. ഏതായാലും അത്രയും പറഞ്ഞിട്ട് അവർ അകത്തേക്ക് കയറി വരുന്നു. അന്നേരം ഗോവിന്ദൻ ചോദിക്കും, ഇതെന്താ രണ്ടുപേരൂടെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയും ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാ എന്ന് പറയും. അന്നേരം ഗോവിന്ദൻ ആദർശനോട് പറയുന്നുണ്ട്, അവിടെ എന്തോ വല്ലാത്ത ബില്ലില്ലാത്ത സ്വർണ്ണം എന്തോ കൊടുത്തു അബി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രശ്നമൊക്കെ ആയെന്നൊക്കെ പറയുന്നത് കേട്ടു. അവൻ ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യും, അതുകൊണ്ട് ശ്രദ്ധിച്ചോണേ എന്ന് പറയുന്നുണ്ട്. നേരെ ആദർശ് പറയുന്നുണ്ട്, അത് ഞാൻ മുൻകൂട്ടി കണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അവന് മേലെ ഒരു മാനേജറെ വെച്ചിട്ടുണ്ടായിരുന്നു, ഇനി അവന് വെറും ഒരു സ്റ്റാഫായിട്ട് അവിടെ ഇരിക്കുകയുള്ളൂ എന്നും ആദർശ് പറയുന്നുണ്ട്. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് നന്ദു വരുന്നുണ്ട് കേട്ടോ. നേരെ നന്ദു ആദർശിനോട് പറയാണ്, ആദർശേട്ടാ, ഞാൻ ആദർശേട്ടനെ ഒന്ന് കാണാനായിട്ടിരിക്കുകയായിരുന്നു. കുറച്ച് നാൾ മുമ്പ് അനന്തപുരിയിൽ നിന്ന് ഒരു മാല കാണാതെ പോയില്ലേ, അത് ഇതുവരെ നിങ്ങൾ കേസാക്കിയില്ലല്ലോ, അതുകൊണ്ട് അതൊന്നും കേസാക്കണം, എനിക്ക് അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കണം. കാരണം അത് കാണാതെ പോയതിൻ്റെ പേരിൽ പഴി കേൾക്കേണ്ടി വന്നത് എനിക്കും എൻ്റെ ചേച്ചിമാർക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെയാണ്, അതുകൊണ്ട് അതൊന്ന് തെളിയിക്കണമെന്ന് എനിക്കുണ്ട് എന്ന് പറയാം. നേരെ ആദർശ് ചോദിക്കും, ആ സംഭവം നടന്നിട്ട് 3-4 മാസമായില്ലേ, ഇനിയിപ്പോൾ എന്തെങ്കിലും അന്വേഷിച്ചാൽ കിട്ടുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും അത് സാരമില്ല, അത് നിങ്ങളൊരു പരാതിയാക്കി എനിക്ക് തന്നാൽ മതി, എത്ര മാസം കഴിഞ്ഞാലും അതിൻ്റെ തുമ്പ് ഞാൻ കണ്ടെത്തിക്കൊള്ളാം, ചിലപ്പോൾ മാലയും തിരിച്ചെടുത്തോളാം എന്നിങ്ങനെ നന്ദു പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് എനിക്ക് ഡ്യൂട്ടി ഉണ്ട് എന്ന് പറഞ്ഞിങ്ങനെ അങ്ങ് പോവുക. നേരെ നയന കനകയോട് പറയുന്നുണ്ട്, അവൾ പോലീസ് ആകുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ടെൻഷനല്ലായിരുന്നോ, അവൾക്ക് പറ്റിയ പ്രൊഫഷൻ തന്നെയാണ് അവൾ തിരഞ്ഞെടുത്തത് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെങ്കിലും ഭയങ്കര ടെൻഷനാണ് മോളെ ഞങ്ങൾക്ക് എന്ന് കനക പറയുന്നുണ്ട്. നേരത്തേക്ക് നന്ദു തിരിച്ച് കയറി വരും. എന്നിട്ട് അതെ, നിങ്ങളോട് ഒരു കാര്യം കൂടി പറയണമെന്നുണ്ടായിരുന്നു, എനിക്ക് ചേരുന്ന പ്രൊഫഷൻ തന്നെയാണ് എനിക്ക് കിട്ടിയത്, പക്ഷേ എനിക്ക് ജോലി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഒരാൾ തടസ്സമായിട്ട് ഇടയ്ക്ക് വരാറുണ്ട്, വേറെ ആരുമല്ല, അനിയാണ്. അവനെ ഒന്ന് നിങ്ങൾ പറഞ്ഞ് ഉപദേശിക്കണം, നിയന്ത്രിക്കണം, എൻ്റെ പുറകെ വരരുത് എന്ന് പറയണം, എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ വന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഞാൻ ഉപദേശിച്ചോളാം എന്നും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അബിയാണ് കാണിക്കുന്നത്. തലങ്ങ് വിലങ്ങ് തല്ലിയിട്ടാലും അതിൻ്റെ ക്ഷീണമൊന്നും കാണിക്കാതെയാണ് അനന്തപുരിയിലേക്ക് കയറി ചെല്ലുന്നത്. അങ്ങോട്ട് ചെല്ലുന്നത് ചിലർ ചോദിക്കുന്നുണ്ട്, എടാ നീ ആദർശന് നയനയും കൂടെ ഇങ്ങനെ കയറി പോകുന്നത് കണ്ടല്ലോ എന്ന് നവ്യ പറഞ്ഞു, നീ എന്തിനാ അവരുടെ കൂടെ പോയതെന്ന് ചോദിക്കും. അന്നേരം ബില്ലില്ലാത്ത സ്വർണം വിറ്റില്ലേ, അതിൻ്റെ കാര്യം ചോദിക്കാനാണ് കൊണ്ടുപോയത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ആ കേസൊക്കെ കഴിഞ്ഞതല്ലേ, അതിൻ്റെ പേര് വിചാരണയും കഴിഞ്ഞ് അഭിയേട്ടന് മുത്തശ്ശന് കയ്യിൽ നിന്ന് അടിയും കിട്ടിയതല്ലേ, ഇനി അവരെന്ത് ചോദിക്കാനെന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇവിടുത്തെ എം ഡിയുടെ ഭാര്യയല്ലേ, അവരുടെ രീതിയിലുള്ള ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടാകുമല്ലോ എന്ന് പറയുമ്പോൾ ചിലച്ച് പറയുന്നുണ്ട്, ഇതൊന്നും അങ്ങനെ അനുവദിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമില്ല, നീ അവരുടെ കൂടെ പോകേണ്ടത് ആവശ്യമില്ല, അതിൻ്റെ കാര്യമില്ലായിരുന്നു, ഇനിയിപ്പോൾ അവരുടെ അഹങ്കാരം ഒന്ന് ഒതുക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാലോ എന്ന് ചോദിക്കാം. അപ്പോൾ അഭി പറയുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്യേണ്ട എന്ന് അന്നേരം പറയും. ചില ചോദിക്കും, ഇതെന്താ നീ ഇങ്ങനെ പറയുന്നത്, നവിയുടെ ധൈര്യം പോലും നിനക്കില്ലേ എന്ന് ചോദിക്കും. അന്നേരം അഭി പറയാണ്, ഞാൻ പഠിത്തം കഴിഞ്ഞ ആ സമയത്ത് തന്നെ ആദർശേട്ടൻ്റെ കൂടെ ജ്വല്ലറി പോകാൻ തുടങ്ങിയതാണ്, എനിക്ക് വേറെ ജോലി ഒന്നും അറിയത്തില്ല, ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും, അതിനൊരു അവസരം നോക്കി നടക്കും അവർ എന്ന് പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, ഇതുപോലൊരു നശിച്ച വീട് വേറെ ഒരിടത്തും കാണുകയില്ല, ഇങ്ങനെയെങ്കിലും ഒന്ന് ഭാഗം വെച്ച് കിട്ടുമായിരുന്നെങ്കിൽ അതുകൊണ്ട് എങ്ങോട്ടേലും മാറി താമസിക്കുമായിരുന്നു, ഇവിടെയുള്ളവരുടെ ഈ രാജഭരണം ഒന്നും കാണണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ചലിച്ച് പറയുന്നുണ്ട്, അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന്. നേരെ അഭി പറയാണ്, എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് പറയാൻ പറ്റത്തില്ല, നിങ്ങൾ പെണ്ണുങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ സാധിക്കും, 2-3 ബ്രാഞ്ച് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ ഒന്നും മുഖം നോക്കാതെ നമുക്ക് പോയി ജീവിക്കായിരുന്നു, ആദർശിൻ്റെ കളിയൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ അഭി പറയാം കേട്ടോ. എന്നിട്ട് അവിടുന്ന് പോരുവാണ്. അന്നേരം അതിനെപ്പറ്റി ചിന്തിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ശൈലജ. ഏതായാലും മുറിയിൽ വരുമ്പോൾ നവി ചോദിക്കുന്നുണ്ട്, എന്തിനാ ആദർശിൻ്റെയും നയനയുടെയും കൂടെ കയറിപ്പോയതെന്ന്. അന്നേരം ഈ കാര്യം തന്നെയാണ് അഭി പറയുന്നത് കേട്ടോ. അന്നേരം നവി ചോദിക്കും, അത് ഇതിന് മാത്രം വലിയ പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ, അതിനേക്കാൾ വലിയ തെറ്റ് ചെയ്ത ആളാണ് ഇവിടെ പുണ്യാളനായിട്ട് നടക്കുന്നത്. ഏതായാലും ഇന്ന് നിൻ്റെ മുത്തശ്ശൻ നിൻ്റെ കരണത്തടിക്കുന്നത് കണ്ടപ്പോൾ അങ്ങേരോടുള്ള ബഹുമാനമൊക്കെ എനിക്കങ്ങ് പോയി, ഇനിയിപ്പോൾ ഇവിടുത്തെ ഈ രാജഭരണം ഒന്ന് അവസാനിപ്പിച്ച് കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം അഭി പറയുന്നുണ്ട്, അതിന് നിങ്ങൾ പെണ്ണുങ്ങളാണ് ശ്രമിക്കേണ്ടത്, ഞാനത് അമ്മയോട് പറഞ്ഞു, എനിക്ക് പലതും സംസാരിക്കുന്നതിന് പരിമിതികളുണ്ട്, നിങ്ങൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഭാഗം വെച്ച് കിട്ടാൻ നിങ്ങളാണ് ശ്രമിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ.
നവ്യയോട്. അതങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മോൻ അവിടെ കിടന്ന് കരയും. അന്നേരം എന്നാടാ ചക്കര എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നവ്യ എടുത്തിട്ട് മോനെ ഒന്ന് കളിപ്പിച്ചിട്ട് അബിയോട് പറയും, എടാ നീ ഈ മോനെ ഒന്ന് എടുത്തേ എന്ന് പറയുമ്പോഴേക്കും അബി മനസ്സിലുള്ളവർക്ക് ഇങ്ങനെ ശല്യം ഇനിയിപ്പോൾ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഏതായാലും എടുക്കുക കേട്ടോ മോനെ, ദേഹത്ത് മൂത്രം ഒഴിച്ച് കൊടുക്കും. അന്നേരം അവൻ പറയുന്നുണ്ടോ, നീ ഒരുപാട് ദിവസമായില്ലേ മോനെ എടുത്തിട്ട്, അതിൻ്റെ പ്രതിഷേധം കാണിച്ചതാ. അവൻ തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അബിക്ക് ഇതൊന്നും പിന്നെയും കാണിക്കുന്നത് നമ്മുടെ ആദർശനെ നയനെയാണ് കേട്ടോ. അവരിങ്ങനെ അനിയെ ഉപദേശിക്കാനായിട്ട് തീരുമാനിച്ചേക്കുന്നു. വീട്ടിൽ വെച്ച് ഉപദേശിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് പുറത്തൊരു സ്ഥലത്ത് വെച്ച് കാണാമെന്ന് പറയുകയാണ്. അനി അങ്ങോട്ട് വന്ന് കഴിയുമ്പോഴേക്കും അനി ചോദിക്കുക, എന്തിനായിട്ടാണ് വിളിച്ചത് എന്ന് ചോദിക്കുമ്പോഴേക്കും, നിന്നോട് വേറൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ വിളിച്ചത്, അത് വീട്ടിൽ വെച്ച് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വിളിച്ചത് എന്ന് പറയും. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അവർ ഈ കാര്യം പറയുന്നുണ്ട്. നീ എന്തിനാണ് വെറുതെ നന്ദുവിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്, അവളൊരു പോലീസ് ഓഫീസറാണ്, നീ എങ്ങനെ പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ അവൾക്കതൊരു ശല്യമാകുമെന്ന് പറയുമ്പോൾ അവന് ചോദിക്കുന്നുണ്ട്, എങ്കിൽ അവൾക്ക് ഞാൻ ഫോൺ വിളിക്കുമ്പോൾ ഒന്ന് എടുത്തുകൂടെ, ഇടയ്ക്ക് ഞാനൊന്ന് കാണാൻ ചെല്ലുമ്പോൾ എന്നെ ഒന്ന് കണ്ട് സംസാരിച്ചുകൂടെ, അതവൾ എന്തിനാണ് നിഷേധിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും, അത് വേറെ ഒരു സൗഹൃദമല്ല എന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് അനിയോട് സൗഹൃദത്തിന് പോകണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. ഈ 2 കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അവൾ നിന്നെ കാണുമ്പോൾ മൈൻഡ് ചെയ്യാത്തത് എന്ന് ആദർശ് നയനയും കൂടെ പറയും. അപ്പോൾ ആദർശ് പറയും, നന്ദുവിനിപ്പോൾ വിവാഹാലോചനയൊക്കെ നടക്കുന്നുണ്ട്, ഈ സമയത്ത് നീ അവളുടെ പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും അന്വേഷിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ അടുപ്പത്തിലാണ് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവളുടെ ജീവിതത്തെ ബാധിക്കില്ലേ എന്ന് ചോദിക്കും. അന്നേരം അനി പറയുന്നുണ്ട്, അനാമികയ്ക്ക് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് കാണുകയില്ല, എന്താണെങ്കിലും അവൾ എന്നെ ഉപേക്ഷിച്ച് പോകും, അതുകൊണ്ട് തന്നെ എനിക്ക് നന്ദുവിനെ വിട്ട് കളയാനായിട്ട് പറ്റില്ല എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അനാമിക അനിയുടെ ജീവിതത്തിൽ നിന്ന് പോയാലും നന്ദു ഒരിക്കലും അനിയുടെ ജീവിതത്തിലേക്ക് വരികയില്ല, അത് അവൾക്കും ഞങ്ങൾക്കും ആർക്കും അത് ഇഷ്ടമുള്ള കാര്യമല്ല എന്നിങ്ങനെ പറയും. അന്നേരം അനി പറയുന്നുണ്ട്, ഒരിക്കൽ ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഒരുമിക്കാനുള്ള അവസരം ഉണ്ടായതാണ്, അന്ന് അത് തകർത്ത് കളഞ്ഞത് ഏട്ടത്തെയാണ്, ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമുള്ള ജീവിതം ഉണ്ടല്ലോ അല്ലേ എന്നിങ്ങനെ പറയാം. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എടാ അതൊക്കെ കഴിഞ്ഞു പോയി കാര്യമില്ല, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും അനി ഇങ്ങനെ പറയുന്നുണ്ട്, അനാമിക വിവാഹം കഴിച്ച് അന്ന് എനിക്ക് മനസ്സമാധാനം നഷ്ടപ്പെട്ടതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സമാധാനം ഉണ്ട്, നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നുമുണ്ട്, എൻ്റെ മനസ്സമാധാനം കളഞ്ഞത്, എൻ്റെ ജീവിതം നശിപ്പിച്ചത് എന്നെ സ്നേഹിക്കുന്ന ചിലരൊക്കെ തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞ ആദർശനെയും നയനെയും കൂടെ ഇങ്ങനെ അർത്ഥം വെച്ച് നോക്കുവാണ്. അന്നേരം ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്ന ആദർശനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.